അങ്ങനെ അങ്ങനെ സെപ്റ്റംബർ 8 എൻ്റെ ഒരു ബർത്ത്ഡേയും കൂടി വന്ന്. സത്യം പറഞ്ഞാൽ ഇന്നലെ മുതൽ ബർത്ത്ഡേ ആണ്. ഇന്നലെയല്ല, ഒരു 2 ദിവസം മുന്നേ എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബർത്ത്ഡേ ഒക്കെ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണ് ഇങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര ഹാപ്പി ഇരിക്കുന്നു. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ അല്ലായിരുന്നു. ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു രാവിലെ മുതൽ. എന്താ അറിയില്ല, വെറുതെ സങ്കടാവുക. എന്താല്ലേ ഈ മനസ്സെന്നൊക്കെ പറയുന്നൊരു വല്ലാത്ത സംഭവം തന്നെ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അത് വർക്ക് ചെയ്യാം. അതൊരു തോന്നിയ പാടെ വർക്ക് ചെയ്യും. നമ്മളിപ്പുറത്ത് കൂടി നമുക്ക് തോന്നിയ പാടെ വർക്ക് ചെയ്യും. പിന്നെ എനിക്ക് ഏറ്റവും സങ്കടം വന്ന വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാ, ഇവർ നമുക്ക് എന്ത് ചെയ്യണം നോക്ക്. ഇന്ന് ഇവിടെ 2 ഇവിടേത്, അവിടേത്. ഇവർക്ക് ഉളുപ്പില്ലേ? ഞാൻ എന്നും വെള്ളം ഒഴിച്ച് നല്ല പൊന്നുപോലെ നോക്കിയിട്ട് ഓണം കഴിയാൻ നോക്കിയിരിക്കുകയായിരുന്നു പൂവിടാനും മുട്ടിടാനും. എത്ര മുടുകയെന്ന് പറഞ്ഞാലും ചെടിയുടെ കീഴെ വന്നിങ്ങനെ എന്തെങ്കിലും കിള്ളിക്കൊണ്ടിരുന്ന നല്ല ഒരു സമാധാനമാണ് എനിക്ക്. അതിനാണ് ഞാനിവിടെ ചെടി, വലിയ കാര്യത്തിൽ ചെടിയൊന്നും ഇല്ലെങ്കിലും ഞാനിവിടെ ചട്ടിയിൽ ഇങ്ങനെ മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതാകുമ്പോൾ എനിക്കിങ്ങനെ തോന്നുന്ന പോലെ ഇങ്ങനെ ഇളക്കി ഇട്ടിട്ട് എന്തെങ്കിലും നട്ട് വെക്കാമല്ലോ. ഞാനിന്ന് തീരുമാനിച്ചു, എൻ്റെ ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ എന്നെ തോപ്പിക്കാൻ എൻ്റെ മനസ്സിൽ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് 2-3 വിത്തങ്ങ് പാകാമെന്ന് വിചാരിക്കുകയാണ് ഇതിൻ്റെ അകത്ത്. ഇത് നട്ടുവെച്ചാൽ പോരാ, നമ്മൾ വെള്ളം ഒഴിക്കണം. ഞാൻ പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ടേ. അപ്പൊ എനിക്ക് സന്തോഷം. ഇതാര് കൊണ്ട് തന്നതാ അറിയാമോ? അപ്പ കൊണ്ട് തന്നതാ. I love you.